ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് മാങ്ങ എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കിയെടുക്കണേന്ന് നോക്കാം. അപ്പോൾ അതാ നമ്മുടെ അച്ചാറിനുള്ള മാങ്ങ കൊണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 1 കിലോ മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, തൊലിയോട് കൂടി തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കപ്പോൾ ഇതിലും ചെറുതാക്കി കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ 1 മണിക്കൂറോളം അങ്ങനെ തന്നെ വെക്കുകയാണ്, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്. അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. അതിന് ശേഷം നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കണേന്ന് നോക്കാം. അപ്പോൾ അത് അച്ചാർ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഞാനിപ്പോൾ ഒരു 150 ml നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ കടുകാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ ഒരു 20 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് 2ആക്കി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് വേണം നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ 4.5 ടേബിൾ സ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉലുവപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ ഉലുവപ്പൊടിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കടുക് പൊടിച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കടുക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി പൊടിച്ചതാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കായം പൗഡറും ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വിനീഗറാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് വിനീഗർ ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങയും അതിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഊറി വന്നിട്ടുണ്ട്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്കിനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കിത് തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലിലേക്ക് മാറ്റി സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എണ്ണയൊക്കെ വളരെ കുറവാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളിത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് കേടാവാതെ നമുക്ക് കുറച്ച് നാൾ ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം. താങ്ക്